കാർഗിൽ വിജയ ദിനത്തോടൊപ്പം മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഈ ദിവസത്തിന്. ലോക കണ്ടൽ ദിനം. കൊല്ലം പരവൂരിൽ കാർഗിൽ വിജയ ദിന ആഘോഷത്തോടൊപ്പം മാംഗ്രോവ് ഇക്കോ ടൂറിസം അസോസിയേഷനും പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മയും സംഘടിപ്പിച്ച ലോക കണ്ടൽ ദിനാചരണം ചാത്തന്നൂർ MLA BB ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. 1000-ലധികം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവർത്തനത്തിന് അദ്ദേഹം ആശംസകൾ നേർന്നു. ഒപ്പം അനന്തമായ ടൂറിസം സാധ്യതകളെക്കുറിച്ചും ജനം TVയോട് അദ്ദേഹം സംസാരിച്ചു. ജൂലൈ 26 ലോക കണ്ടൽ ദിനമാണ്. അതായത് ലോകത്തെ തന്നെ നമുക്ക് കേരളത്തിൽ പലയിടത്തും കണ്ടൽ കാടുകൾ കാണാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ സംരക്ഷണവും അതോടൊപ്പം തന്നെ ബോധവൽക്കരണവും ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യവുമായി ഇന്ന് ചാത്തന്നൂർ മണ്ഡലത്തിലെ പരവൂരിലേക്ക് MLA തന്നെ എത്തിയിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് മേഖലയാണെന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന അടക്കമുള്ള ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ. ആ വിവിധ പ്രദേശങ്ങളിൽ ലോക കണ്ടൽക്കാട് ദിനാഘോഷം, അതിനുമപ്പുറം ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കാർഗിൽ വിജയ ദിവസമാണ്. ഒരു ഭാഗത്ത് സൈനികർ നമ്മുടെ രാജ്യത്തെ കാക്കുന്നു. പ്രകൃതി നമുക്ക് നൽകിയ കാവൽഭടന്മാരാണ് കണ്ടൽക്കാടുകൾ. അവ രണ്ടിനും ചില സമാനതകൾ ആ തരത്തിൽ. ഒന്ന് പ്രകൃതിയെ സംരക്ഷിക്കുന്നു, മറ്റൊരു സൈന്യം രാജ്യത്തെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ കണ്ടൽക്കാടുകളുള്ളൊരു പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന ചെറക്കര പഞ്ചായത്തിലെ ഈ നെടുങ്ങോലം അടക്കമുള്ള മേഖല. അതുകൊണ്ട് തന്നെ ഈ കണ്ടൽക്കാട് ദിനത്തിൽ അതിൻ്റെ പ്രകൃതി സംരക്ഷണം, കണ്ടൽക്കാടുകളുടെ സംരക്ഷണം, ഒരു സന്ദേശം പൊതുസമൂഹത്തിന് കൊടുക്കുക എന്നതുകൂടി ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. പ്രകൃതി സംരക്ഷണം ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രകൃതി തന്നെ സംരക്ഷണത്തിനൊരു പ്രതിരോധ ശൃംഖല ഈ കണ്ടൽക്കാട് വഴി നമുക്ക് ചുറ്റും ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രകൃതി നൽകിയ ആ വരദാനം നല്ല രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരുപാട് സാധ്യതകൾ. വളരെ മനോഹരമായൊരു പ്രദേശം, ഏറ്റവും അധികം കണ്ടൽക്കാടുകളുള്ള ഒരു പ്രദേശം, കടലും കായലും ഒരുമിച്ച് നിൽക്കുന്നൊരു പ്രദേശം. അത്തരം ഒരുപാട് സാധ്യതകൾ ടൂറിസം മേഖലയ്ക്കുണ്ട്. കേന്ദ്ര സംസ്ഥാന ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി ഈ ടൂറിസ്റ്റ് കേന്ദ്രവും ഒപ്പം കണ്ടൽക്കാടുകളുടെ ഒരു പ്രകൃതി സംരക്ഷണവുമാണ് ഈ ദിനം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ 1000-ലധികം കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക, അതിനോടൊപ്പം തന്നെ ഈ പാരിസ്ഥിതിക കൂട്ടായ്മയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്നത് കൂടെയാണല്ലോ ഇപ്പോൾ. അതെ, എൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ തലങ്ങളിൽ എൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബന്ധപ്പെട്ട ടൂറിസം മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ എൻ്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പ്രകൃതി സംരക്ഷണവും ടൂറിസവും ഒരുമിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഇന്ന് കണ്ടൽ ചെടി വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം, കൂടുതൽ കണ്ടൽക്കാടുകൾ ഉണ്ടാവേണ്ടതിൻ്റെ പ്രകൃതി സംരക്ഷണം എങ്ങനെ നമ്മൾ നടത്തിക്കൊണ്ടു പോകണം. അതോടൊപ്പം തന്നെ ലോകത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം. ആ ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യതയുള്ള പ്രദേശം. ഇതെല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കാണ് ഈ ദിനാഘോഷം ഇന്ന് തുടക്കം കുറിക്കുന്നത്. ജില്ലയിൽ ഒരുപാട് പ്രാധാന്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ജടായു പാറയായാലും അല്ലെങ്കിൽ തെന്മല, പാലരുവി അടക്കമുള്ള ആര്യങ്കാവ് അടക്കമുള്ള പ്രദേശമുണ്ട്, മൺട്രോത്തുരുത്തുണ്ട്. അവിടെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തൊട്ടടുത്ത് വർക്കലയാണ്. ഏറ്റവും അധികം ടൂറിസം പദ്ധതികൾക്ക് സാധ്യതയുള്ളൊരു മേഖല. ഇങ്ങനെ ഒരു ടൂറിസം ശൃംഖല തന്നെ ഇതിന് ചുറ്റുമുണ്ട്. ആ ടൂറിസം ശൃംഖലയുമായിട്ട് ഈ പ്രദേശത്തെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇന്ന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന് കാർഗിൽ വിജയ് ദിവസം, അതോടൊപ്പം തന്നെ ലോക കണ്ടൽ ദിനം. അപ്പോൾ 2 ചടങ്ങുകളും ഒരേ ദിനം ആചരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുമായി, അതായത് നമ്മുടെ പ്രതീക്ഷ അർപ്പിക്കുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ആരംഭം കുറിക്കുകയാണ് ഇന്നിവിടെ. ബിജു പരവൂരിനൊപ്പം M മനോജ്, ജനം, കൊല്ലം.